നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഈ മാസം 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ട്രഷറി ബെഞ്ചിലെ അംഗബലം പരിഗണിച്ച് മാത്രമേ നരേന്ദ്രമോദി സർക്കാരിന് ശക്തമായ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനാകൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ജനപ്രിയ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിന്റെ ഭാഗമാകും. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ജൂലൈ 22-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 12-നാണ് അവസാനിക്കുക. ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കാനുള്ള തീയതി സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 23-ന് ലോക്സഭയിൽ രാവിലെ 11-നാണ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ RBI ഉടൻ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ വിപണിയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശമ്പള വരുമാനക്കാരുടെയും ഇടത്തരക്കാരുടെയും അതൃപ്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയേക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.